പൃഥ്വിരാജിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് എന്ന് പറയാം. എമ്പുരാൻ ചിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. പൃഥ്വിരാജിനെ സോഷ്യൽ മീഡിയയിൽ പോലും കാണാനില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇതിനു മുൻപ് അതിനകത്തുണ്ടായിരുന്ന ക്യാമിയോ റോളുകളുടെ പോസ്റ്ററുകളെല്ലാം പൃഥ്വിരാജ് പുറത്ത് പങ്കുവച്ചിരുന്നു. എന്നാൽ മറ്റൊന്നും പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നില്ല. ഇതിന് മറുപടിയുമായി സുഹൃത്തും പ്രൊഡ്യൂസറുമായ ലിസ്റ്റൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പൃഥ്വിരാജിനോട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹം അത്ര നല്ല മൂഡിലല്ല, മൂഡ് ഓഫിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇത്രയും അധികം വിമർശനത്തിലേക്ക് പോകുമെന്നും അദ്ദേഹത്തിൻ്റെ കരിയറെ തന്നെ ബാധിക്കുമെന്ന രീതിയിലുമൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹം സന്തോഷത്തിലിരിക്കില്ലല്ലോ. ഒരു സിനിമ വരുത്തിവെച്ച വെന എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ആലോചിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു. എന്തായാലും മൂഡ് ഓഫായിട്ടിരിക്കുന്ന പൃഥ്വിരാജിന് നല്ല സിനിമകൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ വിമർശന രീതിയിൽ കഥയെടുക്കാതിരുന്നാൽ മതി, എങ്കിൽ രക്ഷപ്പെട്ടു പോകാമെന്ന പ്രേക്ഷകർ പറയുന്നുണ്ടെന്ന്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതേ വാർത്ത കാണുന്നുണ്ട്. പൃഥ്വിരാജിന് എന്ത് പറ്റി? ഇതാണ് നിരവധി പേർക്ക് ചോദിക്കാനുള്ളത്. ആത്മാർത്ഥമായി താൻ പണിയെടുത്ത ഒരു സിനിമയ്ക്ക് ഇത്രയും കടുത്ത രീതിയിൽ വിമർശനം വരുമ്പോൾ അതൊട്ടും താങ്ങാനാകില്ല. സിനിമയുടെ പേരിലാണ് അങ്ങനെ വിമർശനം വന്നതെങ്കിൽ പോട്ടെ എന്ന് കരുതാം. എന്നാൽ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അതുപോലെ ഇവിടെ നാട്ടിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ പേരിലുമാണ് പൃഥ്വിരാജ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. സുപ്രിയ മേനോൻ ഈ ചിത്രം റിലീസിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു പോസ്റ്റും വിമർശനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് സുപ്രിയയും കൂടി ഈ വിഷയത്തിൽ ഇവരെല്ലാവരും വലിച്ചിടുന്നത്. എന്തിനാണ് സുപ്രിയ ഈ വിഷയത്തിൽ വലിച്ചിടുന്നതെന്ന് നിരവധി പേർ ചോദിച്ചിരുന്നു. എന്നാൽ എമ്പുരാൻ ചിത്രവും റിലീസുമായി ബന്ധപ്പെട്ട് സുപ്രിയ ഇത്തരത്തിൽ വാചകം പറഞ്ഞതാണ് എല്ലാവർക്കും പ്രശ്നമായി മാറിയതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ലിസ്റ്റിൻ സുപ്രിയ അപ്പുറത്തെ ആവേശത്തിൽ പറഞ്ഞതായിരിക്കുമെന്നാണ് കരുതുന്നത്. ഈ സിനിമ സുപ്രിയ പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നും കഷ്ടപ്പാടും കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ സുപ്രിയ പുള്ളിക്കാരിയുടെ ഭാഷയിൽ എഴുതി വിട്ടതാണെന്നുമാണ് പറയുന്നത്. അതിനൊരു ആവേശം കാണുമല്ലോ, അതുതന്നെയാണ്. തലേ ദിവസം അവരുടെ ഭർത്താവിൻ്റെ സിനിമ ഇറങ്ങാൻ പോകുന്നു. എല്ലാവരും കാത്തിരുന്നൊരു സിനിമ, അതുകൊണ്ട് തന്നെ ആവേശമുണ്ടാകും സ്വാഭാവികമായി. അതുതന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നതും. ആവേശകരമായൊരു സംഭവം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ചില പാർട്ടി അംഗങ്ങളും ചില രാഷ്ട്രീയ ആൾക്കാരും ചില മതവൽക്കരിക്കുന്ന ആൾക്കാരും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെ തുടർന്ന് തന്നെ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. നിരവധി പേർക്കാണ് എമ്പുരാൻ ഇപ്പോഴും പ്രശ്നമായി മാറുന്നത്. എമ്പുരാനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പലർക്കും ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പുള്ളിക്കാരി ആദ്യം തന്നെ എഴുതിയതെന്നാണ് ഇപ്പോൾ ലിസ്റ്റിൻ പറയുന്നത്. ഒരുപാട് പേർ തനിക്ക് നെഗറ്റീവ് എടുത്തു. ഓരോരുത്തർ സ്വീകരിക്കുന്ന രീതിയാണല്ലോ. എല്ലാവരുടെയും ഇഷ്ടത്തിന് എഴുതാൻ പറ്റില്ല. ഒരു വിഷയം വന്നപ്പോൾ പലരും ട്രോൾ ആക്കുകയും അവരുടേതായ രീതിയിൽ അഭിപ്രായം പറയുകയും ചെയ്തുവെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി. എമ്പുരാൻ ലഭിച്ച കളക്ഷനെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു. പടം കണ്ടപ്പോൾ ഇത് വലിയ കളക്ഷനായി വരുമെന്നും സിനിമയാണെന്നും ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ല എന്നും ഓർത്തിട്ടില്ല എന്ന് പറയുന്നു. 40 ദിവസം കൊണ്ട് വരേണ്ട കളക്ഷൻ 5 ദിവസം കൊണ്ട് വരാനിരിക്കുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാനത് ആദ്യമായാണ് കാണുന്നത്. എനിക്കൊരു അതിശോക്തിയാണ് ലാലേട്ടനെ കണ്ടപ്പോൾ തോന്നിയത്. അതുവരെയുള്ള കളക്ഷൻ വരുമാനം എടുത്തുകൊണ്ട് മുന്നേറുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഓവർസീസിലും ഒക്കെ തന്നെയും അത്രയും ഹൈപ്പാണ് ഈ ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.